തീരദേശ റോഡുകളുടെ നവീകരണ പദ്ധതിയുടെ ഭാഗമായി മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ പൂർത്തീകരിച്ച നൂറനാട് പുലിമേൽ ചുനക്കര ബണ്ട് റോഡ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ 41 അസംബ്ലി മണ്ഡലങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിച്ച 90 തീരദേശ റോഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. MS അരുൺകുമാർ MLA അധ്യക്ഷനായി. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യ അതിഥിയായി. തീരദേശ റോഡുകളുടെ നവീകരണ പദ്ധതിയുടെ ഭാഗമായി മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ പൂർത്തീകരിച്ച നൂറനാട് പുലിമേൽ ചുനക്കര ബണ്ട് റോഡ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സ്പോട്ടുകൾ ഈ റോഡിൽ നിന്ന് കുറച്ച് പുറത്തോട്ട് തള്ളി നല്ല കോൺക്രീറ്റിൻ്റെ ചെയ്തു വെച്ചാൽ വളരെ മനോഹരമായിട്ട് ആളുകൾ വന്നിരിക്കും, വലിയ ഭക്ഷണം കഴിക്കും, ചായ കുടിക്കും. ഒരു ടൂറിസത്തിൻ്റെ ഒരു നല്ല ഡെസ്റ്റിനേഷനാണെന്ന് മാറും. നാട്ടുപ്രദേശം നമ്മുടെ സഹോദരിമാരുടെ ചെറിയ തൊഴിൽ കിട്ടും, എന്തെങ്കിലും ഭക്ഷണോദാഹരണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ആലോചിക്കില്ല, ഭാവിയിൽ കാഴ്ചകളൊന്നും ആലോചിച്ചാൽ എന്തായാലും വളരെ മനോഹരമായ സ്ഥലമാണ്. ഈ സ്ഥലങ്ങളൊക്കെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റും. എന്തായാലും ഈ നല്ലൊരു തുടക്കമാണ്, ഒന്നും വലിയ ഭാഗ്യം. അത് നന്നായി. ബഹുമാനപ്പെട്ട MP നമ്മൾ വരുന്നതിന് മുമ്പ് അദ്ദേഹമെത്തി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ ആത്മാർത്ഥമായി സഹായിക്കുന്ന ജനപ്രതിനിധിയാണ് നമ്മുടെ MP. ഞാൻ അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, കാരണം അദ്ദേഹം 7 അസംബ്ലി മണ്ഡലമാണ്. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ 41 അസംബ്ലി മണ്ഡലങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിച്ച 90 തീരദേശ റോഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്ക് മാറുകയാണ്. നേരത്തെ ഇതിനകത്തോടെ അങ്ങനെ നടന്നു പോകാൻ പലരും തയ്യാറാകുന്നില്ലായിരുന്നു. ഇത് പൂർത്തീകരിച്ചതിന് ശേഷം ഒരു ദിവസം നൂറനാട്ടിൽ നിന്ന് ചുനക്കരയിലേക്ക് വരുന്ന വഴിയിൽ ഒരുപാട് അമ്മമാർ ഈ വൈകുന്നേരത്ത് നടക്കാൻ നന്നായി ഉപയോഗിക്കുന്നതാണ്. കാരണം ഏറ്റവും നന്നായി ഇപ്പോൾ അവരൊരു വ്യായാമമായി ഈ റോഡിനെ കാണുന്നുണ്ട് എന്നാണ്. അപ്പം എല്ലാ മേഖലയിലും ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം വേറൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് നമ്മുടെ ചുനക്കര കോട്ടമുക്ക് മുതൽ ചാരുമൂട് വരെയുള്ള ഏതാണ്ട് 4 കിലോമീറ്റർ റോഡ് BMBC നിലവാരത്തിലേക്ക് നൽകണം എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 7 കോടി രൂപ ഗ്രാമീണ റോഡുകളുടെ നമ്മുടെ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. 4 കോടി രൂപ ചുനക്കരയിലെ ഈ റോഡ് BMBC നിലവാരത്തിലേക്ക് മാറ്റുന്നതിനാണ് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. അപ്പോൾ തീർച്ചയായും ചുനക്കരയിലെയും നൂറിനാട്ടെയും നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലുമുള്ള വികസനത്തിന് ഗ്രാമീണ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പെരുവേലിച്ചാൽ പുഞ്ചയും കരിങ്ങാലിച്ചാൽ പുഞ്ചയും ഒക്കെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അവർ കൂടി സഹായകരമാകുന്ന നിലയിൽ, കർഷകർക്ക് സഹായമാകുന്ന നിലയിലെല്ലാമാണ് നമ്മളിതിനെ മാറ്റി. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. 95 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നൂറനാട് പുലിമേൽ ചുനക്കര ബണ്ട് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സാമൂഹിക പശ്ചാത്തല വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ നവീകരണ പദ്ധതി. ഉദ്ഘാടന ചടങ്ങിൽ ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി B അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ MA മുഹമ്മദ് അൻസാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അനിൽകുമാർ, നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G പുരുഷോത്തമൻ, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം L പ്രസന്നകുമാരി, ചുനക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയലക്ഷ്മി ശ്രീകുമാർ, ചുനക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C അനു, ശ്രീലക്ഷ്മി സുരേഷ്, B ബിനു, KS രവി, സാദത്ത് ചാരുമൂട്, P മധു, MT രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് ചാരുമൂട്.